ഈ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എവിടൊക്കെയാണ് കൊള്ള നടന്നതെന്ന് ചോദിച്ചാൽ സകല മേഖലകളിലും നടന്നു. കൊള്ളയും സ്വജനപക്ഷപാതവും എല്ലായിടത്തും, അതായത് കിഫ്ബി തൊട്ട് താഴോട്ട് എല്ലാ സ്ഥലങ്ങളിലും എവിടൊക്കെ കൈയിട്ട് വരാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം കൈയിട്ട് വരിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം PSC എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയില്ലെന്ന തരത്തിലേക്ക് ഇവർ മാറി എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടല്ല PSCയുടെ വിശ്വാസ്യത, പണ്ട് തൊട്ടേ PSCക്ക് വിശ്വാസ്യതയില്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ ആ അന്വേഷണം അട്ടിമറിച്ചവരാണ് PSCക്കാർ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ വിശ്വാസ്യതയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അട്ടിമറിച്ചവർ. ക്വസ്റ്റ്യൻ പേപ്പർ പലയിടത്തും ചോർന്നിട്ടുണ്ട്, പലയിടത്തും ആൾക്കാരെ തിരികിയിട്ടുണ്ട്, പലയിടത്തും ഇൻ്റർവ്യൂവിൽ ആൾക്കാരെ തിരികിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം ഒന്ന് ആലോചിക്കും, ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇവർക്ക് പിടിവീഴുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊന്ന് ആലോചിച്ചു. പ്ലാനിംഗ് ബോർഡിലെ പ്രധാനപ്പെട്ട വളരെ ഉയർന്ന തസ്തികയിലേക്ക് നടത്തിയ ടെസ്റ്റ് ഇൻ്റർവ്യൂ മിന്നൽ വേഗത്തിലാണ് എല്ലാം നിയമനവും എല്ലാം നടത്തിയിരിക്കുന്നത്. അതെ, ഇത് സ്വന്തക്കാർക്ക് വേണ്ടിയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത്? നേരത്തെ SFIക്കാർക്ക് വേണ്ടി പോലീസിലേക്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? PSC ഉള്ളതല്ലേ അവരെ സഹായിച്ചത്? അവരെ സഹായത്തോടു കൂടിയല്ലേ അവരെല്ലാം ഈ വൃത്തിയുടെ കൂടെ. അല്ലെ, ഇതിപ്പോൾ വലിയ നിയമപ്രശ്നത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ്, 10 ചോദ്യത്തിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തിട്ട് ടെസ്റ്റ് പരിശോധിച്ചിട്ടില്ല. അതെ, പരിശോധിക്കാതെ വന്നു കഴിഞ്ഞ് ഒരാളെ എടുത്ത് ഇവർ അപ്പം തന്നെ അവിടെ നോക്കിയാണ് ഒരാൾക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു. ഇപ്പോൾ സംഭവം കണ്ടുപിടിച്ചു, എന്താണ് ഇത്, വാല്യുവേഷൻ കറക്റ്റ് അല്ല, ഇത് റീവാല്യൂ ചെയ്യാൻ പോകണം. ഈ റീവാല്യൂ ചെയ്യുമ്പോൾ ഈ 58 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, വിവരണം ടൈപ്പ്, എഴുതുന്ന ടൈപ്പ്, വിവരിച്ചെഴുതുക എന്നുള്ളത്. ഈ 58 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ റീവാല്യുവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ച ആൾ പിന്നിൽ പോകും. ടെസ്റ്റും ഇൻ്റർവ്യൂ സഹിതമാണ് വരുന്നത്. പിന്നിൽ പോയി കഴിയുമ്പോൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. സ്വാഭാവികം മാത്രമാണ്. പിന്നെ ഒരാൾക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു, അഡ്വൈസ് മെമ്മോ PSCക്ക് റദ്ദാക്കാം, കാരണം ചാർജ് എടുത്തിട്ടില്ല, ഇതായിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് അപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഒരാളെ കൊണ്ടുവരും. അപ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ അഡ്വൈസ് മെമ്മോ കിട്ടിയ ആളും ഈ നിയമിക്കപ്പെട്ട ആളും കോടതി പോകും. കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിലെ ഒന്നാമതായിട്ട് വരുന്ന ആൾ പോയി കക്ഷി ചെയ്യും. ആകെപ്പാടെ അത് അവിടെ പ്രശ്നമാകും. ഒന്ന് കാറ്റിലൊക്കെ പരാതി കിടക്കുകയും കൂടെ. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇത് OSM നോൺ സ്ക്രീൻ മാർക്കിംഗ് നമ്മുടെ ഇവർക്ക് പറ്റിയത് തന്നെ. നമ്മുടെ CBSEക്ക് 12ാം ക്ലാസ് പരീക്ഷയിൽ പറ്റിയ അതേ അബദ്ധമാണ് ഇവിടെയും സംഭവിച്ചത്. അബദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് എഴുതിയ ആൾക്കാരുടെ ആരുടെയും ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് വാല്യൂ ചെയ്തിട്ടില്ല, ഒരാടെ മാത്രമല്ല ആരുടെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇവരുടെ ഈ റാങ്ക് പട്ടിക പുറത്ത് വന്നപ്പോൾ തന്നെ ഇതിലൊരു ഉദ്യോഗാർത്ഥിക്ക് സംശയം തോന്നി, ആലപ്പുഴ സ്വദേശി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം റീവാലുവേഷന് പേപ്പർ എടുപ്പിക്കാൻ വേണ്ടി കൊടുത്തു. റീവാലുവേഷനല്ല, പേപ്പർ ഉത്തരക്കടലാസ് പരിശോധിക്കാൻ വേണ്ടി ഉത്തരക്കടലാസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ചു. ഇവരൊരു കണക്കിലും കൊടുക്കുകയില്ല. ഇവർ ആദ്യം കൊടുത്തതിന് ഇവർ നിഷേധിച്ചു, അപ്പീൽ കൊടുക്കും, അപ്പീലും നിഷേധിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ വിവരാവകാശ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹത്തിന് കൊടുത്ത അപ്പീലിലാണ് ഇത് കൊടുക്കാൻ ഉത്തരവിട്ടത്. ഇവർ പേടിച്ചു പോയി, ഇവർ പെട്ടെന്ന് തന്നെ ഈ സാധനം കൊടുത്തപ്പോൾ എന്താണ് വിഷയം, അത് വാല്യൂ ചെയ്തു. എത്ര മനോഹരമായ ആചാരങ്ങളെന്ന് ആലോചിച്ചു. നമ്മൾ ഏറ്റവും വിശ്വാസത്തെ പുലർത്തേണ്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരള പിണറായി സർക്കാർ തുടങ്ങിയതാണ്. ഇതിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇതിൽ പുറത്ത് വരുന്ന വിവരം ഈ പറഞ്ഞ ഈ പരീക്ഷ പോലും അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വാല്യുവേഷൻ പ്രശ്നം ഉണ്ടായിട്ടുള്ള, അതായത് മറ്റൊന്നുമല്ല, ഇത് അമിത ആത്മവിശ്വാസമാണ് പിണറായി വിജയൻ ഈ ഉദ്യോഗസ്ഥർക്ക്. സർക്കാർ വരും, ആ പിണറായി വിജയനും CPM-ഉം ഈ നാട്ടിൽ 3ാം പിണറായി സർക്കാർ വരും എന്ന് ഒരു പ്രതീക്ഷ ഈ ഉദ്യോഗസ്ഥർക്ക്. ഈ ഉദ്യോഗസ്ഥർ അതിന് മേളിൽ ചെയ്യാവുന്ന ക്രമക്കേടുകൾ മുഴുവൻ ചെയ്തു. രാഷ്ട്രീയക്കാരെല്ലാം സഹായം ചെയ്തു. രാഷ്ട്രീയക്കാരെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയൊക്കെ ഇവർ വഴിവിട്ട സഹായം ചെയ്തു. അപ്പം ഈ PSC മെമ്പർമാർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇറുക്കൽ പാർട്ടിയുടെ PSC മെമ്പർ സ്ഥാനം ലേലത്തിന് വെച്ചു എന്നവരെ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ പിണറായി സർക്കാരിൻ്റെ സർക്കാരുകളുടെ കീഴിൽ, 2 സർക്കാരിൻ്റെ കീഴിലും ഈ PSC എന്നുള്ള ഒരു സ്ഥാപനത്തെ നോക്കൂത്തിയാക്കി സ്വന്തക്കാരെ കൊണ്ട് നിറച്ച് അവിടെയും ക്രമക്കേട് നടത്തുകയും ചെയ്തു. KS-ന്റെ പരീക്ഷ നിർബന്ധമായ ഒന്നുകൂടെ അന്വേഷിക്കേണ്ടതാണ്. KS-ൽ ഇതൊക്കെ ഇവർക്ക് തന്നെയാണോ
ശരിക്കുള്ള അല്ല അങ്ങനെ എല്ലായിടത്തും വലിയ പദവികളിലേക്കുള്ള എല്ലാം നോക്കണം. അല്ല CPM-കാരെ കയറ്റി ഇപ്പോൾ ആലോചിച്ച് നോക്കിയ പോലീസിൽ ഒരു ഷിജു ചൊവ്വരയും ഒരു ചിത്തരേഷ് നടേശൻ എന്ന് പറഞ്ഞ് 2 ശരീര സൗന്ദര്യ ബോഡി ബിൽഡർമാർ ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് നേരെ അവിടെ നിയമനവും ഡയറക്റ്റ് SI ആയിട്ട് കൊടുക്കുന്നു. SI ആയിട്ട് കൊടുക്കുന്ന പോലീസിന്റെ എതിർപ്പ് മറികടന്നാണ്, DGP-യുടെ എതിർപ്പ് മറികടന്നാണ് പോലീസിന്റെ സ്പോർട്സ് കോട്ടയിൽ ഈ ബോഡി ബിൽഡിംഗ് ഒരു ഇനമല്ല. അല്ലാതെ ഇവരെ എടുക്കുന്നു. ഈ എടുത്ത 2 പേര് അത് ഒന്ന് ആലോചിക്കണം. കേരളത്തിലെ സമൂഹത്തിലെ തൊഴിൽ രഹിതരായ ഓരോ ചെറുപ്പക്കാരനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ഇവർ കായിക പരിശോധനയിൽ പരാജയപ്പെടുന്നു. അതിനുശേഷം ഇവർ പിന്നെ ഇൻ്റർവ്യൂവിലും എല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ DGP പറഞ്ഞു ഇവരെ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. DGP-യുടെ ഉത്തരവ് തിരുത്തി വീണ്ടും അയാളെ കൊണ്ട് തിരുത്തൽവാദികളാണല്ലോ ട്രെയിനിങ്ങിന് വിട്ട് കഴിഞ്ഞപ്പോഴാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത്. പുതിയ സർക്കാർ അപ്പോഴേ പറഞ്ഞു വിട്ടു. കാരണം ഇത് സ്വാഭാവിക നീതിക്ക് പറഞ്ഞൊരു കക്ഷി പെട്ടിയും കിടക്കി എടുത്തോണ്ട് ഓട്ടോ കയറി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതെ, ഇപ്പൊ എന്നിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കും. ഹൈക്കോടതി പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുവരാനാണ് പറഞ്ഞത് ഇതിനകത്ത്. അതായത് ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മുടെ KM ഷാജഹാൻ. KM ഷാജഹാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ രേഖകൾ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ രേഖകൾ നശിപ്പിക്കും. അത് ഉറപ്പാണല്ലോ. എപ്പോഴും ഇവിടെ ഇരിക്കുന്ന PSC ഓഫീസിൽ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. രേഖകൾ നശിപ്പിക്കും. അതിനു മുമ്പ് സീൽ ചെയ്ത കവറിൽ മുഴുവൻ രേഖകളും ഇതിന്റെ തുടക്കം തൊട്ട് എങ്ങനെയാണെന്നുള്ളത് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അല്ല, മാത്രമല്ല ഇതുപോലെ ക്രമക്കേട് നടന്നിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകൾ. അതെ, അവിടെ സിൻഡിക്കേറ്റ് മെമ്പർമാരാണ് നിയമിക്കുന്നത്. അതെല്ലാം സിൻഡിക്കേറ്റുകളല്ല. ഇന്നലെ വേറെ എന്തോ ലോജിസ്റ്റിക്കോ എക്സൈസ് ആൻഡ് ലോജിസ്റ്റിക്കോ അങ്ങനെ കണ്ട് പറഞ്ഞൊരു സംഭവം ഇന്നലെ ഞാനത് വിശദമായിട്ട് വായിച്ചിട്ടില്ല. നമുക്ക് ഉദ്യോഗാർത്ഥികൾ കുറെ പേര് മെയിൽ അയച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ ക്രമക്കേട് നടന്നിരിക്കുക. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ നടത്തി. അത് തന്നെ അവിടെ ഇതുപോലെ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞു ഒരാളുടെ വിളിച്ച് പറഞ്ഞു. പക്ഷേ അയാൾക്ക് വിശദാംശങ്ങൾ പറയാൻ അറിയില്ല എന്താണെന്നുള്ളത്. വലിയ ക്രമക്കേട് നടന്നു. അതിനകത്ത് ഈ കട്ട് ഓഫ് മാർക്കിലോ എന്തോ ആണ് വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 54 ചോദ്യങ്ങൾക്ക് B ഓപ്ഷനാണ്. അങ്ങനെയാണ്, ഞാനത് ഇന്ന് പത്രത്തിൽ വായിച്ചതാണ്. 54 ചോദ്യങ്ങൾക്ക് B ഓപ്ഷൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ 54 എണ്ണത്തിൻ്റെ ശരി ഉത്തരം B ഓപ്ഷൻ അടിച്ചോളാം. അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും സർക്കാർ ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ റാങ്ക് ലിസ്റ്റുകളും പരിശോധിക്കാൻ പോകും. അതായത് അതിനകത്തുനിന്ന് ഓരോന്നായിട്ട് അന്തം കമ്മികളെ പിറക്കി വെളിക്കളയേണ്ടി വരും. ഇതെല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഇവർ ഇതിനകത്ത് തിരിയും. ഇപ്പം നമ്മളെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു പത്മകുമാർ പറഞ്ഞ് പുറത്തു വന്നത് ശബരിമല മേൽശാന്തി നിയമനം ഇന്ന കൊടുക്കണം എന്ന് പറഞ്ഞ്. അതായത് മേൽശാന്തി നിയമനം കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോകുന്ന ഒരു സാധനം. അവിടെ ഇന്നയാളെ കൊടുക്കണം എന്ന് പറഞ്ഞ് കത്ത് വന്നു എന്ന് പറയുമ്പോൾ ആ അട്ടിമറിയുടെ ആഴം നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണെന്നറിയാമോ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും കൂടുതലുള്ള NGO യൂണിയൻകാരാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇന്ന ഒഴിവുകൾ വരുന്നുണ്ട്. ഈ കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നേതാക്കന്മാരെ തന്നെ ഭാര്യ പണ്ടത്തെ പോലെ പണ്ട് പാർട്ടിക്കാരനെ എടുക്കും. അപ്പോൾ അത് മാറിയിട്ട് നേതാക്കന്മാരെ ഭാര്യമാരെ മക്കളെയൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള അടുത്ത ബന്ധുക്കളെയൊക്കെ വെക്കാനുള്ള ഒരു സംവിധാനമായിട്ട് അവരിത് മാറ്റി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വലിയ പദവികൾ KS നിർബന്ധമായി അന്വേഷിക്കണം. അതിൻ്റെ കഴിഞ്ഞ 5 വർഷം ഇത് തുടങ്ങിയത് തൊട്ടുള്ള KSൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എടുക്കണം. ഇവരുടെ യോഗ്യത എന്താണ്, ഇവർ പരീക്ഷ എഴുതി പേപ്പർ എടുത്ത് നോക്കണം, ഇവരെ ഇൻ്റർവ്യൂ എടുത്ത മാർക്ക് എത്രയെന്ന് നോക്കണം. ഈ PSC മെമ്പർമാരെ ഉദാഹരണമായിട്ട് മാർക്ക് കൊടുത്താൽ പോരെ അവർക്ക്. അതുപോലെ ഈ സർവകലാശാലകളിൽ PSC അംഗങ്ങളുടെ എണ്ണം നിർബന്ധമായും കുറയ്ക്കണം. എന്തിനാണ് ഇന്ത്യയിൽ മുഴുവൻ 8 പേരേ ഉള്ളൂ. ഇവിടെ 20 പേരും കണ്ടുണ്ട് അല്ലേ? അത് എന്നിട്ട് ഇവർക്ക് എല്ലാം മാസം എത്ര രൂപ ശമ്പളം? ലക്ഷങ്ങൾ ശമ്പളം, പെൻഷനും അതുപോലെ ലക്ഷങ്ങൾ. ഇത് വെട്ടിക്കുറക്കണം. ഈ രാഷ്ട്രീയ നിയമനം എന്ന് പറയുന്ന സംഭവമേ ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. അത് പക്ഷേ ഓരോ സർക്കാരും കയറുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കും. UPSCയിൽ രാഷ്ട്രീയ നിയമനം അല്ല, അവിടെ റിട്ടയർഡ് IAS വലിയ പദവി റിട്ടയർഡ് ആർമി ജനറൽമാരായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെയാണ് UPSCയിൽ നിയമിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെയും പണ്ട് നേരെ അങ്ങനെ അല്ലാതാണ്. ഇവിടെ യോഗ്യതയുള്ളവരെ തന്നെയാണ് പണ്ട് PSCയിൽ നിയമിച്ചുകൊണ്ട്. പിന്നീടാണ് ഇത് വേറും രാഷ്ട്രീയവൽക്കരണമായ സമുദായ ഇതിൻ്റെ അടിസ്ഥാനത്തിലായി എല്ലാ വൃത്തികളും കാണിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ PSC മെമ്പർമാരെ എണ്ണം ഇത്രയും വർദ്ധിപ്പിച്ച UDF സർക്കാരുകളാണ്. അതാണ് എൻ്റെ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇവരിത് വെട്ടിക്കുറയ്ക്കുമെന്ന് എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. ഈ PSC മെമ്പർമാരെ എണ്ണം ഇത്രയും ഉയർത്തിയത് കാലാകാലങ്ങളിൽ വന്നിരുന്ന UDF സർക്കാരുകളാണ്. നമുക്ക് അതിൻ്റെ കണക്കിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഓരോ തവണയും UDF സർക്കാർ വരുമ്പോൾ മെമ്പർമാരെണ്ണം 4-5 വെച്ച് കൂട്ടിയാണ് ഇപ്പോൾ ഇത്രയായത്. UD സജഷൻ ചെയ്യേണ്ടത് അദ്ദേഹം നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് ഇതിൻ്റെ എണ്ണം വെട്ടിക്കുറയ്ക്കുക. വെട്ടിക്കുറയ്ക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോഴും അഭയാർത്ഥികൾ കുറേ ഒഴിവരുന്നുണ്ട്. അഭയാർത്ഥികൾ എത്തിക്കഴിഞ്ഞു എന്നാണ് അവിടത്തേക്ക്.
ഇത് വെട്ടിക്കുറയ്ക്കുക. അതിനൊപ്പം തന്നെ നിർബന്ധമായും കഴിഞ്ഞ 5 വർഷത്തെ അല്ല എടുക്കേണ്ടത്, കഴിഞ്ഞ 10 വർഷത്തെ നിയമന പ്രക്രിയ അന്വേഷിക്കണം. 10 വർഷത്തെ അന്വേഷിക്കണം. ഇതിനകത്തൊന്നും വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇടതുപക്ഷത്തെ ഒരാൾ പോലും ഇത്തരം നടപടികളിൽ മിണ്ടുന്നില്ല. ഇല്ല, മിണ്ടാൻ പറ്റില്ലല്ലോ. അവരെല്ലാവരും നിയമിച്ചിട്ടുള്ളത് അതാണ്. അവരാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന അവസ്ഥ. എന്താണെങ്കിലും ശരി, ഈ PSCയിലെ തട്ടിപ്പ്, നിയമന തട്ടിപ്പ് ഈ അടുത്ത 5 വർഷം കൂടി പിണറായി വിജയൻ ഭരിച്ചു കളയും. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവെളുക്കും, നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കാൻ ഇറങ്ങിയതാണ്. നിലാവ് പെട്ടെന്ന് അങ്ങ് അസ്തമിച്ചു. അല്ല, ഇത് ഈ PSC മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ നടന്ന നിയമനങ്ങൾ അതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകമായിട്ട് ജോലി കിട്ടിയാലേ UGC സ്കെയിലിൽ ശമ്പളമാണ്. അതെ. പിന്നെ 60 ദിവസം അവിടെ തുടരാം. ഈ വാഴക്കൊല PhD കൊണ്ട് ഈ നേതാക്കന്മാർ ഭാര്യമാരും ബന്ധുക്കളും എല്ലാവരും അവിടെ കയറിപ്പറ്റി വരടത്തായിട്ട്. അപ്പോൾ അവർക്ക് വലിയ തുക ശമ്പളവും സിവിൽ സർവീസ് കിട്ടും പോലെ ഇത്ര ശമ്പളവും പദവിയാണ്, അവർക്ക് ഇത്രയും വർഷം തുടരാം. അപ്പോൾ അങ്ങനെ നിയമിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ ഇവരൊക്കെ സാംസ്കാരിക നായികമാരാകും പെട്ടെന്ന്. മാത്രമല്ല സർക്കാർ മാറുന്നതനുസരിച്ച് ഇങ്ങോട്ട് മാറുകയും കൂടെ ചെയ്യും. ഇപ്പൊ തന്നെ പല സാംസ്കാരിക നായകരും VC ആവാൻ വേണ്ടി ഇപ്പം BJP ചേരുന്നു എന്ന് പറയുന്നുണ്ട്. വൈസ് ചാൻസലർ പദവി കിട്ടാൻ വേണ്ടി. മാത്രമല്ല ഈ കഴിഞ്ഞ തവണ നമ്മൾ പോയ പരിപാടി ഉണ്ടല്ലോ, RSS മേധാവി എന്ന പരിപാടി അതിൽ പങ്കെടുത്തതിൽ ഒരു VC ഇടതുപക്ഷ പ്രതിനിധിയായി SFI നേതാവായിരുന്ന ആളാണെന്നാണ് പിന്നെ എൻ്റെ ഒരാൾ പറഞ്ഞത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികനായിരുന്നു എന്നാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം ഇതിന് സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കാൻ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ PSC അഴിമതി കൃത്യമായിട്ട് അന്വേഷിക്കണം. അവിടെ ഉള്ള ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ എല്ലാം പൊക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.